സംസ്ഥാന ഗവൺമെൻറ്, അതായത് LDF സർക്കാർ ഇത് മുന്നോട്ട് വെക്കുമ്പോഴും അവർക്ക് വേണ്ടി പാടാനിരിക്കുന്നവർ ഈ കണക്കുകളൊന്നും അറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊന്നുമില്ല, കേരളം വളരെ പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. 3 ലക്ഷം PSC നിയമനങ്ങൾ എന്നാണ് പറയുന്നത് 10 വർഷം കൊണ്ട്. നിസ്സാര ഒരു കാര്യം പറഞ്ഞത്, റാങ്ക് മേടിച്ചിട്ടുള്ള അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട്, കോളേജ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമുണ്ട്. അതിനകത്ത് റാങ്ക് ഹോൾഡേഴ്സുകാർക്ക് ഇവിടെ നിയമനം നൽകിയിട്ടില്ല. നേരെ മറിച്ച് ഇവർ എയ്ഡഡ് മാനേജ്മെൻറ്റുകൾക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. 2021 തൊട്ട് ഏകദേശം എനിക്ക് നേരിട്ട് അറിയാവുന്ന നിയമനങ്ങളുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാൽ ആ നിയമനങ്ങളൊന്നും PSC പരീക്ഷ എഴുതി വന്നവരല്ല. അല്ല, പക്ഷേ ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്ത എയ്ഡഡ് മാനേജ്മെന്റുകൾക്കോ നിയമനം അവർക്കും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ കൃത്രിമം നടന്നിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നെ എനിക്ക് വ്യക്തമായി അറിയാവുന്നതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ PSC പരീക്ഷ എഴുതിയിട്ട് ഗവൺമെൻറ് കോളേജുകളിലേക്ക് അധ്യാപനം നേടിയവരുടെ റാങ്ക് ലിസ്റ്റാണ് എക്സ്പയർ ആയി പോയത്. ആ സ്ഥാനത്ത് ഇവർ നടത്തിയ മറ്റൊരു തീരുമാനം എന്താണ്? പ്രൈവറ്റ് കോളേജുകൾക്ക്, എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകൾക്ക് യഥേഷ്ട നിയമനം നടത്താൻ അനുമതി കൊടുത്തു. ഇതിന് ശമ്പളം കൊടുക്കുന്ന ആരാ? ഗവൺമെന്റ്. ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഈ PSC എഴുതിയ ഒരു വിഷയത്തിൽ എന്താ അവരുടെ പറഞ്ഞ് ഈ എയ്ഡഡ് മാനേജ്മെൻറ്റ് നടക്കുമ്പോൾ ആർക്ക് പൈസ കിട്ടും? കമ്മീഷൻ കിട്ടും സർക്കാരിൻ്റെ പ്രതികൾ.